സോ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ആര് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ബെസ്റ്റ് കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഷാനവാസും അനീഷും തന്നെയാണ്. പ്രേക്ഷകർക്കിടയിൽ ഷാനിഷ് എന്നാണ് അറിയപ്പെടുന്നത്. മറ്റു പലരും ഒരു കോംബോ പിടിക്കാൻ അല്ലെങ്കിൽ ലവ് ട്രാക്ക് പോലും പിടിക്കാൻ ഈ ഒരു സീസണിൽ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അതൊക്കെ അടപടലം പൊളിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയും നമ്മൾ പ്രേക്ഷകർ കണ്ടതാണ്. എന്നാൽ ഇവര് പോലും അറിയാതെ, ഷാനവാസും അനീഷും പോലും അറിയാതെ ഇവർക്കുള്ളിൽ ഒരു സൗഹൃദം ഉടലെടുക്കുകയും അത് മുന്നോട്ട് നല്ല രീതിയിൽ പോകുകയും പ്രത്യക്ഷത്തിൽ രണ്ടുപേരും ശത്രുക്കളെ പോലെയും അല്ലെങ്കിൽ പല രീതിയിൽ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്, രണ്ടുപേരും ചീത്തവിളികൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ പോലും രണ്ടു പേർക്കും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. പല കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോയും ഇല്ലാതെ സഹായിച്ച് മുന്നോട്ട് പോകുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഷാനവാസും അനീഷും. അത് ഈ ഒരാഴ്ചത്തെ ഹോട്ടൽ ടാസ്കോട് കൂടി വളരെ ശക്തമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ആ ഒരു ഹോട്ടൽ ടാസ്കിൽ രണ്ടുപേരും റൂം സർവീസ് ആയിട്ട് ആ ഒരു യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാണ് കാണാൻ തന്നെ. അവരുടെ ആ ഒരു ഒത്തൊരുമയും ഒന്നിച്ച് പണി ചെയ്യുന്നതും എല്ലാം കാണുമ്പോൾ പ്രേക്ഷകർക്കും ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളാണ് ലഭിക്കുന്നത്. ഈ ഒരു സീസണിലേക്ക് വന്ന രണ്ടാമത്തെ ആഴ്ച മുതലാണെന്ന് തോന്നുന്നു ഒരു സൗഹൃദം ഇവർക്കുള്ളിൽ ഇവര് പോലും അറിയാതെ ഉടലെടുക്കുന്നത്. പിന്നീട് എല്ലാവരുടെയും മുന്നിൽ പല രീതിയിലുള്ള ശത്രുതാ മനോഭാവത്തോടെ രണ്ടുപേരും പെരുമാറുന്നുണ്ടെങ്കിൽ പോലും ഷാനവാസ് കുറച്ചും കൂടെ മുൻകൈ എടുത്ത് അനീഷുമായിട്ട് നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അനീഷിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അനീഷിന്റെ ക്യാരക്ടർ വെച്ചിട്ട് പെട്ടെന്നൊന്നും ആരോടുമായിട്ടും അടുക്കുന്ന ഒരു സ്വഭാവമല്ല. എന്നാൽ പോലും അനീഷിന്റെ ഉള്ളിലും ഷാനവാസിനോട് പ്രത്യേകം ഒരു സൗഹൃദമുണ്ട്, ഒരു പരിഗണനയുണ്ട്. പല കാര്യങ്ങളിലും ഷാനവാസിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ അനീഷ് എത്തിയിട്ടുണ്ട്. ഷാനവാസിനെ സംബന്ധിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആയിട്ട് വരുന്ന ഒരാളാണ് ഷാനവാസ്. ഫിസിക്കൽ അറ്റാക്കിലേക്കൊക്കെ പോകുമെന്ന് തോന്നുമ്പോൾ പോലും അനീഷ് അതിനിടയിൽ തടസ്സമായി വന്ന് ഷാനവാസിനെ അതിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഈ ഒരു സീസണിൽ പല കോംബോകളും പരാജയപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തൊരു കോംബോയ്ക്ക് വേണ്ടിയിട്ട് പ്രേക്ഷകരുടെ ഇടയിൽ വോട്ട് ലഭിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത കോംബോകളെല്ലാം തകർന്നടിയുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പുകളെല്ലാം തകർന്നടിയുമ്പോൾ ഇവര് പോലും അല്ലെങ്കിൽ ഷാനവാസും അനീഷും പോലും പ്രതീക്ഷിക്കാതെ അവര് പോലും അറിയാതെ ഒരു കോംബോ അവിടെ വളർന്നു വരികയും ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു സൗഹൃദ വലയം അവിടെ ഉണ്ടാകുകയും ഇവര് പോലും പ്രതീക്ഷിക്കാതെ പ്രേക്ഷകർ അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയുമാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അത് അങ്ങനെ തന്നെയാണ്. പ്രേക്ഷകർക്ക് ഒരിക്കലും പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം, ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഒരിക്കലും പ്രേക്ഷകർ സ്വീകരിക്കുകയില്ല, അക്സെപ്റ്റ് ചെയ്യുകയില്ല. എന്നാൽ നാച്ചുറൽ ആയിട്ട് വരുന്ന നല്ല സൗഹൃദങ്ങൾ എന്നും പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ചരിത്രമേ ഉള്ളൂ ബിഗ് ബോസിന്റെ ഇതുവരെയുള്ള ഹിസ്റ്ററി. എനിവേസ് ഷാനവാസ് അനീഷ് ഷാനിഷ് സൗഹൃദം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ, പരസ്പരം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാതെ ഇരിക്കുക. വോട്ട് മാത്രം നിങ്ങൾ ആർക്കാണോ പേഴ്സണലി നിങ്ങൾക്ക് താല്പര്യം അവരെ മാത്രം സപ്പോർട്ട് ചെയ്യുക. ഒരു കോംബോയുടെ പിന്നാലെ പോയിട്ട് അവരുടെ പേഴ്സണൽ വോട്ടുകൾ ഇല്ലാതാക്കാതിരിക്കുക. അവരുടെ പെർഫോമൻസിനനുസരിച്ച് അവർക്ക് വോട്ട് നൽകി അവരെ മുന്നോട്ടും ബിഗ് ബോസിന്റെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് എത്തിക്കാൻ നിങ്ങൾ നോക്കുക. ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും സൗഹൃദവും അവർക്കുള്ളിൽ വളർന്നു വരട്ടെ. വരും ദിവസങ്ങളിലും അങ്ങനെ കാണാൻ സാധിക്കുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. കാരണം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ രണ്ട് നല്ല മനസ്സുകൾ ഇവരുടെ മാത്രമായിട്ടാണ് എനിക്കും പേഴ്സണലി തോന്നിയത്. എല്ലാവർക്കും അവരുടേതായ നെഗറ്റീവും പോസിറ്റീവ്സും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സീസണിൽ രണ്ട് നല്ല മനസ്സുകൾ ഈ ഒരു സീസണിൽ നന്നായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാനുഷിക പരിഗണന വെച്ച് നല്ല രീതിയിൽ മുൻപോട്ട് ഗെയിം കളിച്ചു പോകുന്ന രണ്ട് വ്യക്തിത്വങ്ങളായിട്ടാണ് ഷാനവാസിനെയും അനീഷിനെയും എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോ കാണാം.